വർക്ക് ചെയ്യണവർ പറയും അൺഎംപ്ലോയ്മെന്റ് ലൈഫാണ് നല്ലതെന്ന്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആളുടെ ജീവിതത്തിൽ എന്താ നടക്കണത് ഞാൻ വീഡിയോ ഒന്ന് കണ്ടു. രാവിലെ എണീറ്റിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഈ അസൂസിന്റെ വൈഫൈ കാണാനില്ലടാ. എത്ര പൈസ കൊടുത്തു ഇതെന്താ കാര്യം? ഇപ്പൊ തന്നെയല്ലേ പോയി വന്നേ. നിങ്ങളിപ്പോ കേട്ടില്ലേ ഇതുപോലെ ഇനി വരി ഇട്ടോ ഓരോരോ പണികൾ വരും കേട്ടോ. അപ്പൊ പറഞ്ഞു ചെയ്യട്ടാ ഇന്നെ സഞ്ചിയിൽ അരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ ഇറങ്ങുന്ന ടൈമിലാണെങ്കിൽ ഒടുക്കത്തെ വെയില് നമ്മളിട്ടേക്കുന്ന ജാക്കറ്റ്. റീൽസിലൊക്കെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ലല്ലേ. ഇവിടെ അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. പണിയോട് പണിയുണ്ട്. അരി പൊടിപ്പിക്കാൻ പോയെടുത്ത് ചേച്ചി പറയും നിന്നെ ഞാൻ ഫോണിൽ കണ്ടുലോടാന്ന്. ചേച്ചി പുതിയ ഫോൺ വാങ്ങി ഇൻസ്റ്റേറ്റ് കൊടുത്ത മക്കള് അതിൽ എന്നെ കണ്ടു. അത് കേട്ടത് നമുക്ക് ചെറിയൊരു സന്തോഷായിട്ടാ. ഏത് ഞാൻ മറന്നുപോയി. ഞാൻ വന്നതിന് ഫോൺ വിളിച്ചെടുക്കാൻ പിന്നെ വണ്ടി ഓടിക്കല്ലേ മറന്നുപോയി. ഞാൻ പോയി അൽക്കണം സോപ്പ് ഞാൻ എപ്പോഴത്തെ അവിടെ വെച്ചു പൈസ എടുക്കാം. ശരി ശരി. പണ്ട് സൈക്കിളിലൊക്കെ ആയിരുന്നിട്ട് എല്ലായിടത്തേക്കും പോരാ. അപ്പൊ ഒന്നും നോക്കിയില്ല, സൈക്കിൾ എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇതേതി ബംഗാളി ജാക്കറ്റും കണ്ണടക്ക് വെച്ചിട്ട് പോകണമെന്ന്. അവർക്കറിയില്ലല്ലോ ബംഗാളിയിലെ മലയാളിയൊന്നും. അങ്ങനെ എല്ലാം കഴിഞ്ഞല്ലോ, പണി ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചുള്ളൂ. സ്റ്റാർട്ട് ആക്കിയിട്ട് എത്ര ദിവസമായി? പിന്നെ ആ ബുള്ളറ്റ് കഴിക്കും, വൈകുന്നേരം കുളം ക്ലീൻ ആക്കണം. കുറെ ദിവസം വെറുതെ ഇരിക്കല്ലോ ഒക്കെ ചെയ്യുന്നതോടുകൂടി ഇനി പറഞ്ഞ പണികൾ മൊത്തം ഞാൻ ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഒരു അൺഎംപ്ലോയ്മെന്റുകാരുടെ ജീവിതത്തിൽ നടക്കട കണ്ടില്ലേ നിങ്ങള്? അയ്യോ അപ്പോളേ എന്നെ കണ്ടു കേട്ടോ. അപ്പൊ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു ഫോളോ അല്ലേ. അയ്യോ ഞാൻ പോയിട്ട് പണിയൊന്നും എടുത്തു കൊടുക്കണേ. അപ്പൊ ശരി.